കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് ജില്ലയിലെ NSS കേഡറ്റുകൾ തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുത്ത പൊതുസ്ഥലം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല, മനോഹര സ്ഥലങ്ങളായി ഓരോയിടവും മാറ്റിയിരിക്കുകയാണ്. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ NSS വോളണ്ടിയർമാർ ഹൈറേഞ്ചിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഹൈറേഞ്ചിലെ വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുകയാണിവർ. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1, +2 വിഭാഗത്തിലായി 100 കുട്ടികളാണ് ഇതിൻ്റെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ മുക്ത നവകേരളം. പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്നാണ് ഇത്തരം പരിപാടികൾ എല്ലായിടത്തും ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹാരാമം എന്ന പദ്ധതി. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ കണ്ടെത്തുന്ന മലിനപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ നല്ല രീതിയിലുള്ള ഒരു പൂന്തോട്ടമാക്കി മാറ്റുക. ഇതാണ് സ്നേഹാരാമം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ NSS യൂണിറ്റും മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലവും ഏറ്റെടുത്ത് പൊതുജന പങ്കാളിത്തോടെ ശുചീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി. ഞങ്ങളിവിടെ താമരക്കുളം നിർമ്മിച്ചു. അതോടൊപ്പം ചെടികൾ, പിന്നെ ഇരിക്കാനൊരു സീറ്റ്, പിന്നെ ഞങ്ങൾ ടയറിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ തോട്ട്സുകൾ എഴുതി വെച്ചു. പിന്നെ കുളങ്ങളെല്ലാം നിർമ്മിച്ച് പച്ചത്തുരുത്ത്, ചുമർചിത്രം, വെർട്ടിക്കൽ ഗാർഡൻ, പാർക്ക്, വിശ്രമ സംവിധാനം എന്നിങ്ങനെ വോളണ്ടിയർമാരുടെ സർഗാത്മകത വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രദേശം മനോഹരമായി മാറ്റിയെടുത്തത്. മാലിന്യം നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി, മാലിന്യം നിറഞ്ഞാണല്ലോ, ഇവിടെ ഈ മാലിന്യമായ സ്ഥലം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം, ഹരിതമായൊരു പ്രദേശമാക്കിയെടുക്കണം ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെ ഇരിപ്പിടങ്ങളും ചുവർചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് ഏറ്റെടുത്ത ഓരോ പ്രദേശവും മനോഹരമാക്കിയിരിക്കുകയാണവർ. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.